ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് ചോറിൻ്റെ കൂടെ, നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒപ്പം ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് അത് ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ ഒരു 2 മീഡിയം സബോള വളരെ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചതും, ഒരു 4 പച്ചമുളക് നടു കീറിയെടുത്തതും, ഒരു ചെറിയ കഷ്ണം, ഒരു ഇഞ്ചിൻ്റെ 1 ഇഞ്ചി കഷ്ണം, അത്രയ്ക്ക് നീളത്തിൽ ഒരു കഷ്ണം, അത് വളരെയധികം പൊടിയായിട്ട് അരിഞ്ഞെടുത്തതുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തത്. ഒപ്പം ഒരു 4-5 ചുവന്നുള്ളി വെളുത്തുള്ളി 4-5 എണ്ണം നടു കീറിയെടുത്തതുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണത്. അത് ചേർത്ത ശേഷം നമ്മൾ നന്നായി അത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ സബോള അരിയുമ്പോൾ വളരെയധികം സ്ലൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതുപോലെ നമുക്ക് ഈ വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ നടു കീറിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇടിക്കല്ലിൽ ചതച്ച ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ പച്ചമുളക് നമ്മൾ നടു കീറിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് സ്ലൈസായിട്ട് ചെരിഞ്ഞ് കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം അടച്ച് വെക്കുമ്പോൾ സബോളയൊക്കെ നന്നായി ഒന്ന് വാടി കിട്ടും. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല, കാരണം പോർക്ക് നമ്മൾ വേവിച്ചെടുക്കണേൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. കറിക്ക് മൊത്തത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് ചേർക്കാത്തത്, ഇതിനകത്ത് ഉപ്പ് ചേർക്കാത്തത്. അത് നമ്മൾ പോർക്ക് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ പോർക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 ഭാഗം കൂടി വരുന്ന രീതിയിൽ വേണം കഷ്ണങ്ങൾ സ്ലൈസായിട്ട് മുറിച്ചെടുക്കാൻ കേട്ടോ. അപ്പോഴാണ് അതൊരു അതായത് നെയ്ക്കഷ്ണം അതിൻ്റെ മാംസക്കഷ്ണം വരുന്ന രീതിയിൽ, അങ്ങനെ 2 രീതിയിൽ ഒന്നിച്ച് വരുന്ന രീതിയിലാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതാണ് നല്ല ഒരു ടേസ്റ്റായിട്ടിരിക്കുക. കറി കാണാനും ഒരു ലുക്ക് കഴിക്കാനും ഒരു ടേസ്റ്റ് ആവുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, കുറച്ച് കറിവേപ്പിലയും, അതിലേക്ക് ഒരു തുണ്ട് കയ്യിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് 1/2 കിലോയ്ക്ക് 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമ്മളത് 5 വിസിൽ വരുത്തി വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വേവിച്ച് വെച്ചതിലേക്ക് ചേർക്കാനായിട്ട് ഈ സബോള ജസ്റ്റ് ഒന്ന് വാടി വന്ന ശേഷം അടച്ച് വെച്ച് ജസ്റ്റ് ആവിയിൽ ഒന്ന് വാടി വന്ന ശേഷം നമ്മൾക്ക് അതിലേക്ക് അപ്പോഴേക്കും വേണ്ട പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ആദ്യം എടുത്ത് വയ്ക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി നമ്മൾ 1 ടീസ്പൂണ്, മുളക് പൊടി നമ്മൾ 2 ടീസ്പൂണ്, പട്ട മസാല നമുക്ക് ഒരു ചെറിയ ടീസ്പൂണ്, കുരുമുളക് പൊടി ഒരു ചെറിയ ടീസ്പൂണ്, ഇതാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സബോള നന്നായി വാടി വന്ന ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഒന്നിച്ച് അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെയധികം സമയം എടുക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കണേ കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ആദ്യം ചെയ്ത് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പിന്നെ ഇത് സബോള വാടി വരാൻ വേണ്ടി എപ്പോഴും ആവിയിൽ അങ്ങോട്ട് വേവിച്ചാൽ പെട്ടെന്ന് അത് വാടി വരും കേട്ടോ. അപ്പോൾ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് നല്ലോണം നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതൊന്ന് വാടി കിട്ടും. പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് വാടേണ്ട ആവശ്യമില്ല കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് മൊരിഞ്ഞ് തീരെ ഇല്ലാതെ ആവുന്ന രീതിയിൽ വേണ്ട, ചെറിയ രീതിയിലൊന്ന് വാടിയാൽ മതി. ഇതിന് ശേഷം പൊടികളെല്ലാം ചേർക്കാം. അപ്പോൾ നമ്മൾ ആവി വരുത്തി വെച്ച പോർക്കിൻ്റെ കുക്കർ നമ്മൾ വിസിലിൻ്റെ ഭാഗം നമ്മളൊന്ന് ആവി പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് പിടിക്കുക. അപ്പോൾ നമുക്ക് എയർ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയർ പോയി കഴിഞ്ഞാൽ നമുക്കത് തുറക്കാം. അത് തുറന്ന ശേഷം നമുക്കിപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എക്സ്ട്രാ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, കൂടുതൽ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെളിച്ചെണ്ണയുടെ ആ കുറവിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഓൾറെഡി ഇതിനകത്ത് പോർക്കിലത്തെ നെയ്യ് മൂറി വന്നതും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടിയുള്ള അതേ വെള്ളം തന്നെ കുറച്ചേശ്ശായിട്ട് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ.
ഈ പൊടികളിലെ പച്ചമണമൊക്കെ മാറി വരുന്നവരേക്കും നമ്മൾ ജസ്റ്റ് കുറേശ്ശെ വെള്ളം ഇതിലത്തെ നമ്മുടെ ഗ്രേവിയിലത്തെ വെള്ളം നമ്മളത് ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്നതിൽ ഇനിയും നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് കുറവുള്ളതുപോലെ തോന്നുകയാണെങ്കിൽ വീണ്ടും അതിലുള്ള അതായത് നമ്മുടെ പോർക്കിലുള്ള ബാക്കിയുള്ള നെയ്യും കൂടി മൊത്തമായിട്ട് അതൊന്ന് ചെരിച്ച് കൊടുക്കാവുന്നതാണ്. കഷ്ണം ചേർക്കാതെ തന്നെ നമ്മളതും കൂടി ചേർത്ത് നമുക്ക് അതിനകത്തേക്ക് ആ ഒരു വെള്ളം മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടുകയും ചെയ്യും. എക്സ്ട്രാ പച്ചവെള്ളമൊന്നും ചേർക്കരുത്, അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ബാക്കിയുള്ള വെള്ളം കൂടിയും അതിലത്തെ നെയ്യ് വെള്ളം കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചോ അടച്ച് വെച്ചോ ഈ സമയത്ത് വേവിക്കുക കേട്ടോ. പൊടികളുടെ പച്ചമണം മാറി കിട്ടണവരേക്കും ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അത് നന്നായി വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. നമ്മൾ ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഈ സമയത്താണ് നമ്മൾ തക്കാളി ചേർക്കേണ്ടത്. തക്കാളി ചേർത്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു മിനിറ്റ് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് തക്കാളി ഈ സമയത്ത് ചേർക്കാൻ നമ്മൾ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോൾ പോർക്ക് നമ്മളതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. ഇതിന് ശേഷം നമ്മളിത് ഇളക്കി പിടിപ്പിച്ചു. ഇതിന് ശേഷം നമുക്കിത് ഓർമ്മ വന്നു കേട്ടോ, തക്കാളി നമ്മളതിൽ ഇടാൻ മറന്നുപോയി എന്നുള്ളത്. ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച ശേഷം ഒരു മിനിറ്റ് നേരം ജസ്റ്റ് ഇതെല്ലാം ഇളക്കി എല്ലാം യോജിപ്പിച്ച് മിക്സാക്കി അതിലേക്കും കഷ്ണത്തിലേക്കും മൊത്തം ആ മസാലകളെല്ലാം ആവുന്നത് രീതിയിൽ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ പറഞ്ഞത് ഇതുപോലെയാണ് കേട്ടോ കഷ്ണങ്ങൾ, അതായത് 2 ഭാഗം കൂടി വരുന്ന രീതിയിൽ പീസാക്കിയിട്ട് വേണം നമ്മളിതിനകത്തൊക്കെ ഇടാൻ കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കഷ്ണത്തിനൊക്കെ കാണാൻ ഒരു രസം, കഴിക്കുമ്പോഴും ടേസ്റ്റ് അങ്ങനെയാണ് കേട്ടോ. നെയ്യ് കഷ്ണം മാത്രമായിട്ടൊരു ടേസ്റ്റ് ഇല്ല കേട്ടോ. അങ്ങനെ രണ്ടും കൂടി ഒന്നിച്ചായിട്ട് മേടിക്കുമ്പോഴാണ് കേട്ടോ അത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കാണാനും ലുക്കുള്ളത് കറിക്ക് ടേസ്റ്റും ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ 1-2 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം നമ്മൾ തക്കാളി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി പിന്നെ വളരെയധികം സ്ലൈസായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം നേരം നമുക്ക് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ചെറിയൊരു എന്താ പറയുക, നമുക്കൊരു കഷ്ണം ചാറൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുമ്പോഴും ചോറിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ഗ്രേവി എന്ന രീതിയിൽ ഒരു ചെറിയൊരു ചാറ് കറിക്ക് എന്ന ലെവലിൽ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്നെല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 2 മിനിറ്റ് നേരം ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ സെറ്റായിട്ടുണ്ടാവും. അത്ര നേരം നമുക്കിത് വേവിച്ചെടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളി അതിലിട്ടിട്ട് നമ്മൾ 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞൊന്നും പോകണ്ട കേട്ടോ. തക്കാളി വേവാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ നമ്മളൊന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ശേഷം നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾക്കൊരു ഡെക്കറേഷൻ പോലെ നമ്മളൊരു കറിവേപ്പില ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു ഡെക്കറേഷൻ പോലെ ഒരു തണ്ട് കറിവേപ്പില ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയ റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.